ഡിയർ സ്റ്റുഡൻസ്, 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിലെ തേർഡ് ചാപ്റ്റർ ആയ ബൂട്ടി കാക്കി എന്ന പാഠത്തിൽ നിന്ന് എക്സാമിന് 1 മാർക്കിനും 2 മാർക്കിനും 3 മാർക്കിനും വരാൻ സാധ്യതയുള്ള ചില പ്രധാന ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബൂട്ടി കാക്കി കഹാനി കിസ്നെ ലിഖി? ബൂട്ടി കാക്കി എന്ന കഥ ആരാണ് എഴുതിയത്? ആരാ എഴുതിയത്? പ്രേംചന്ദ്. नेक्स्ट, ബൂട്ടി കാക്കിക്ക് പതി ഔർ ബേട്ടേക്കോ ക്യാ ഹുവാ? ബൂട്ടി കാക്കിയുടെ ഭർത്താവിനും മകനും എന്താണ് സംഭവിച്ചത്? ബൂട്ടി കാക്കിക്ക് പതി ഔർ ബേട്ട മർ ഗയ. ബൂട്ടി കാക്കിയുടെ ഭർത്താവും മകനും മരണപ്പെട്ടു. ബൂട്ടി കാക്കി കിസ്കെ സാത്ത് രഹത്തി തി? ബൂട്ടി കാക്കി ആരുടെ കൂടെയാണ് താമസിച്ചിരുന്നത്? ബൂട്ടി കാക്കി അപ്പനെ ഭത്തീജെ ബുദ്ധിറാം കെ സാത്ത് രഹത്തി തി? തന്റെ സഹോദരപുത്രനായ ബുദ്ധിറാമിന്റെ കൂടെയാണ് താമസിച്ചത്. ബൂട്ടി കാക്കിനെ അപ്പനി സമ്പത്തി കിസ്കോ ദേ ദി? ബൂട്ടി കാക്കി തന്റെ സമ്പത്തുകളെല്ലാം ആർക്കാണ് നൽകിയത്? ഭത്തീജെ ബുദ്ധിറാം, സഹോദരപുത്രനായ ബുദ്ധിറാമിന്. നെക്സ്റ്റ്, കോൻ ബൂട്ടി കാക്കി സെ പ്യാർ കർത്തി ഹെ? ആരാണ് ബൂട്ടി കാക്കിയെ സ്നേഹിച്ചിരുന്നത്? ബുദ്ധിറാം കി ചോട്ടി ബേട്ടി ലാഡ്ലി. ബുദ്ധിറാമിന്റെ ചെറിയ മകളായ ലാഡ്ലിയാണ്. ബൂട്ടി കാക്കി കഹാനിക്ക് ആധാർ പർ കിസ്നെ ലഘു ഫിലിം ബനായി? ബൂട്ടി കാക്കി എന്ന കഥയെ ആസ്പദമാക്കിയിട്ട് ആരാണ് ലഘു ഫിലിം തയ്യാറാക്കിയത്? ഗുൽസാർ. ഗുൽസാർ ആണ്. നെക്സ്റ്റ്, ബുദ്ധിറാം ഔർ രൂപ? ബുദ്ധിറാമും രൂപയും ബൂട്ടി കാക്കി കെ സാത്ത്, ബൂട്ടി കാക്കിയോട് കൈസ വ്യവഹാർ കർത്തത്? എങ്ങനെയാണ് പെരുമാറിയത്? ആൻസർ, ബുദ്ധിറാം ഔർ രൂപ ബൂട്ടി കാക്കി കെ സാത്ത് ബഹുത്ത് ബുരാ വ്യവഹാർ കർത്തേതെ? വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. ബുദ്ധിരാമനും രൂപയും ബൂട്ടി കാക്കിയോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. കാക്കിക്കോ, കാക്കിക്ക് ബർപ്പേട് വയറ് നിറയെ, ഗാനാബി ഭക്ഷണം പോലും, നെഹിന്ദേത്തേത് നൽകിയില്ല. ബൂട്ടി കാക്കിക്ക് വയറ് നിറയെ ഭക്ഷണം പോലും അവർ നൽകിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കാക്കിയെ വീടിന്റെ പിറകിലുള്ള ഒരു കുടിലിലേക്ക് മാറ്റി എന്നൊക്കെ കൂട്ടിച്ചേർക്കാം. നെക്സ്റ്റ്, ബൂട്ടി കാക്കി കഹാനി? ബൂട്ടി കാക്കി എന്ന ഈ കഥ കി സാമാജിക സമസ്യ ഓർ? ഏത് സാമൂഹിക പ്രശ്നത്തിലേക്കാണ് ഇഷാര കർത്തി ഹെ, വിരൽ ചൂണ്ടുന്നത്? ഏത് സാമൂഹിക പ്രശ്നത്തെയാണ് ഇവിടെ ഈ കഥയിൽ സൂചിപ്പിക്കുന്നത്? ആൻസർ, ബൂട്ടി കാക്കി കഹാനി വൃത്തോം കി ഉപേക്ഷ, വൃദ്ധജനങ്ങളെ ഉപേക്ഷിക്കുന്നതിനെയും ഔർ ലാലച്ചി ലോകോം കി ഓർ, അത്യാഗ്രഹികളായ ആളുകൾക്ക് നേരെയുമാണ് ഇഷാര കർത്തി ഹെ, വിരൽ ചൂണ്ടുന്നത്. ബൂട്ടി കാക്കി എന്ന കഥ വൃദ്ധന്മാരെ ഉപേക്ഷിക്കുന്നവരെ കുറിച്ചും അത്യാഗ്രഹിയായ ആളുകൾക്ക് നേരെയുമാണ് വിരൽ ചൂണ്ടുന്നത്. നെക്സ്റ്റ്, കഹാനി കാ മുഖ്യ സന്ദേശ് ക്യാ ഹെ? കഥയുടെ പ്രധാന സന്ദേശം എന്താണ്? വൃത്തോം കാ സമ്മാൻ കർണ ചാഹിയെ? വൃദ്ധജനങ്ങളെ റെസ്പെക്ട് ചെയ്യണം, ആദരിക്കണം. ഔർ സമ്പത്തി കേലിയെ, സമ്പത്തിന് വേണ്ടി, റിഷ്തെ ബന്ധങ്ങളെ, നെഹീം തോടിനെ ചാഹിയെ? ബന്ധങ്ങളെ പൊട്ടിക്കരുത്, ബന്ധങ്ങളെ അവോയ്ഡ് ചെയ്യരുത്. വൃദ്ധജനങ്ങളെ റെസ്പെക്ട് ചെയ്യണം, അതുപോലെ സമ്പത്തിന് വേണ്ടി ബന്ധങ്ങള് തകർക്കരുത്. നെക്സ്റ്റ്, സഹി പ്രസ്താവ് ചുൻകർ ലിഖി? ശരിയായ പ്രസ്താവന തെരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ കുറച്ച് സെന്റൻസ് തന്നിട്ടുണ്ട്, അതിൽ ശരിയായത് മാത്രം തെരഞ്ഞെടുത്ത് എഴുതുക. നോക്കൂ, ബുദ്ധിറാം ഔർ രൂപ ബൂട്ടി കാക്കി കാ ആദർ കർത്തേതെ? ബുദ്ധിറാമും രൂപയും ബൂട്ടി കാക്കി റെസ്പെക്ട് ചെയ്തിരുന്നു. ശരിയാണോ? അല്ല, തെറ്റാണ് അല്ലെ? ബൂട്ടി കാക്കിക്ക് ജവാൻ ബേട്ടയ്ക്ക് അകാൽ മൃത്യു ഹുയി? ബൂട്ടി കാക്കിയുടെ യുവാവായ മകനും അകാലത്തിൽ മരണപ്പെട്ടു, ചെറുപ്പത്തിൽ മരണപ്പെട്ടു. ശരിയല്ലേ? അതുകൊണ്ടല്ലേ ബൂട്ടി കാക്കി ഒറ്റപ്പെട്ടത്? ചോട്ടി ലടുക്കി ബൂട്ടി കാക്കിക്ക് ദേഖ്ഭാൽ കർത്തിതി? ആ വീട്ടിലെ ചെറിയ പെൺകുട്ടി ബൂട്ടി കാക്കിയെ സംരക്ഷിച്ചിരുന്നു. ശരിയാണ് അല്ലെ? ലാഡ്ലി എന്ന പെൺകുട്ടി. ബൂട്ടി കാക്കിക്കോ ഭർപേട് ഭോജൻ മിൽത്തി തി? ബൂട്ടി കാക്കിക്ക് വയറ് നിറയെ ഭക്ഷണം കിട്ടിയിരുന്നോ? കിട്ടിയിരുന്നോ? ഇല്ല. ബൂട്ടി കാക്കി ഭത്തീച്ചയ്ക്ക് സാത്ത് രഹത്തി തി? ബൂട്ടി കാക്കി തന്റെ സഹോദരപുത്രന്റെ കൂടെ താമസിച്ചിരുന്നു. ശരിയാണ്. ബൂട്ടി കാക്കിനെ അപ്പനി സാരി സമ്പത്തി ബേട്ടേക്കോ ദിയാത? ബൂട്ടി കാക്കി തന്റെ മുഴുവൻ സ്വത്തും മകനാണ് നൽകിയത്. ശരിയാണോ? അല്ല അല്ലേ?
ബുദ്ധിറാമന്റെ പേരിലാണ് കൊടുത്തത്. ഇവിടെ 3 പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്. അത് 3ഉമാണ് നിങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് എടുത്ത് എഴുതേണ്ടത്. ഇതുപോലെ 4 പ്രസ്താവന ശരിയായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാവും വരിക. ഇങ്ങനത്തെ വൺ വേർഡ് ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ പാഠഭാഗം നന്നായി വായിച്ച് അർത്ഥം മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ്, മിലാൻ കീജിയെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ചേരുംപടി ചേർക്കുക. ലെഫ്റ്റ് സൈഡില് ബൂട്ടി കാക്കി, ബുദ്ധിറാം, രൂപ, ലാഡ്ലി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡില് ബുദ്ധിറാം की पत्नी काकी से प्यार करती थी, अपनी सारी संपत्ति भतीजे के नाम करती, ബൂട്ടി കാക്കി का भतीजा ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവ ഓരോന്നിന്റെയും മീനിങ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മാച്ച് ചെയ്യാൻ സാധിക്കും. താഴെ 4 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ആൻസർ കണ്ടെത്തുന്നത്? നോക്കൂ. ബൂട്ടി കാക്കി അപ്പനി സാരി സമ്പത്തി ഭത്തീച്ചയ്ക്ക് നാം കരുതി, തന്റെ മുഴുവൻ സ്വത്തും സഹോദരപുത്രന്റെ പേരിൽ നൽകി. ഒന്ന് സിയിലോട്ടാണ് മാച്ച് ആയിട്ടുള്ളത്. അപ്പൊ എവിടെയെല്ലാം ഒന്ന് സിയിലോട്ട് വന്നിട്ടുണ്ട് അതെല്ലാം ടിക്ക് മാർക്ക് ചെയ്യണം. നെക്സ്റ്റ്, ബുദ്ധിരാമൻ ബൂട്ടി കാക്കിക്ക ഭത്തീച്ച, ബൂട്ടി കാക്കിയുടെ സഹോദരപുത്രനാണ് അല്ലെ. അപ്പൊ 2 ഡിയിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ്, രൂപ ആരാണ്? ബുദ്ധിറാം കി പത്നി, ബുദ്ധിറാമന്റെ ഭാര്യയാണ്. അപ്പൊ 3 എയിലോട്ട് ഇവിടെയും വന്നിട്ടുണ്ട്. നെക്സ്റ്റ്, ലാഡ്ലി കാക്കി സേ പ്യാർ കർത്തി ഹി, കാക്കിയെ സ്നേഹിച്ചിരുന്നു. അപ്പൊ 4 ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് 4ഉം ഏതാണോ ശരിയായിട്ടുള്ളത് അതാണ് നിങ്ങൾ ആൻസർ ഷീറ്റിലോട്ട് എടുത്ത് എഴുതേണ്ടത്. അതുപോലെ ഇവിടെ 4 മാച്ച് ചെയ്യാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ചിലപ്പോൾ ഇത് 3 മാച്ച് ചെയ്യാനാവും വരിക. അപ്പോൾ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാവും ചോദിക്കുന്നത്. ഓക്കെ ഡിയേഴ്സ്, ഇത്രയാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക്